നമസ്കാരം. ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ തലക്കനം വർദ്ധിക്കുന്ന താരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പലപ്പോഴും അവരുടെ നീക്കങ്ങൾ പ്രേക്ഷകരിൽ വിരസത സൃഷ്ടിക്കുകയാണ്. എന്നാൽ കലാപ്രതിഭാ പട്ടം നേടി അഭിനയരംഗത്തെത്തിയ വിനീത് എന്നും പ്രേക്ഷകരുടെ അഭിനിവേശമാണ്. നഖക്ഷതങ്ങൾ എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിനീത് വിവിധ ഭാഷകളിലായി 90 ചിത്രങ്ങളിലോളം അഭിനയിച്ചു കഴിഞ്ഞു. അതിൽ 90% ശ്രദ്ധേയങ്ങളായി തീരുകയും ചെയ്തു. ഒരു ഫുൾ ടൈം നടനായ വിനീത് നല്ലൊരു നർത്തകനും കൂടിയാണ്. കലാമണ്ഡലം സരസ്വതിയുടെയും ഡോക്ടർ പദ്മ സുബ്രഹ്മണ്യത്തിന്റെയും ഉത്തമ ശിഷ്യനായ വിനീത് മലയാള ചിത്രത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. വിനീത് അഭിനയ രംഗത്തേക്ക് വന്നിട്ട് 20 വർഷങ്ങളായി അല്ലേ? കറക്റ്റായിട്ട് പറഞ്ഞാൽ 85-ലായിരുന്നു എൻ്റെ ആദ്യത്തെ പടം. അതെ, ഇടനിലങ്ങളായിരുന്നു. ശ്രീ ഐ വി ശശി സംവിധാനം ചെയ്ത ഇടനിലങ്ങൾ, കെ ബാലചന്ദ്ര സർ പ്രൊഡ്യൂസ് ചെയ്ത പടം. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഫിലിം. നക്ഷത്രങ്ങൾ റെക്കഗ്നിഷൻ അല്ല, ഇടനിലങ്ങളാണ് ആദ്യം റിലീസ്. ഐ ഡിഡ് എ സ്മോൾ റോൾ ഇൻ ദാറ്റ് ഫിലിം. അത് കഴിഞ്ഞ് നക്ഷത്രങ്ങളാണ് ഒരു പ്രോമിനന്റ് മേജർ ഒരു ഹീറോ ആയിട്ട് വന്നത്. ഒരു ടീനേജ് ലവ് സ്റ്റോറി ശ്രീ ഹരിഹരൻ സംവിധാനം ചെയ്തത്. ഭരതേട്ടൻ്റെ കൂടെ കുറേ പിക്ചേഴ്സ്, തമിഴ് പടങ്ങൾ ചെയ്തു. മൈ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ തമിഴ് പടം ആവാരം പൂ. പിന്നെ അതിന് മുമ്പ് പ്രണാമം എന്നൊരു പടം ചെയ്തു. ആവാരം പൂ പടത്തിലെ ക്യാരക്ടർ ഒരുമാതിരി മെന്റലി റിട്ടാർഡഡ് മാതിരിയുള്ള ക്യാരക്ടർ. മെന്റലി റിട്ടാർഡഡ് അല്ല, ആക്ച്വലി ഇമ്മച്യൂർഡ് ആണ്, അത്രേ ഉള്ളൂ. ഈസ് നോട്ട് ഇംബസൈൽ ഒന്നുമല്ല, ചൈൽഡിഷ് ആണ്. ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കമൽഹാസന്റെ ചിപ്പിക്കുൾ മുത്തിന്റെ ഒരു ചെറിയ ഷെയ്ഡ് വരാണ്ടിരിക്കാൻ എന്താ ചെയ്തത്? ആക്ച്വലി ഷെയ്ഡ് വരാതിരിക്കാനല്ല, ഐ വാസ് വാച്ചിങ് 16 വയതിൻ്റെ കുറേ പ്രാവശ്യം ടു നോ, ബിക്കോസ് ഐ മീൻ അങ്ങേരുടെ പെർഫോമൻസ് ഇൻ 16 വയതിൻ്റെ ഇറ്റ്സ് ലൈക്ക് മൈ ഓൾ ടൈം ഫേവറേറ്റ്. എപ്പോഴും ഞാൻ വളരെയധികം അഡോർ ചെയ്യുന്നൊരു പടമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ, ഐ മീൻ ഫോർ റെഫറൻസ് യു ക്യാൻ സേ, നമ്മൾ എൻസൈക്ലോപീഡിയ എടുത്ത് റെഫർ ചെയ്യല്ലോ, അതേപോലെ ഐ സോ ദിസ് influence. I mean, you can learn a couple of things, and I mean, even if it influences you, good, because attaram performances should influence people like us. Okay, തമിഴിലും മലയാളത്തിലും കോമഡിയാണ് ഇപ്പോൾ അധികം സെല്ല് ചെയ്യണത്. വിനീതിനെ കൊണ്ട് കോമഡി ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് സിറ്റുവേഷൻ കോമഡി കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സ്ലാപ്സ്റ്റിക് കോമഡി ആയിട്ട് എനിക്ക് ഐ മീൻ ഐ എം നോട്ട് ഗുഡ് അറ്റ് ദാറ്റ്. ചെയ്യാൻ ഒരുപാട് സീരിയസ് ആണ്, സീരിയസ് ക്യാരക്ടേഴ്സ് ആണ് ജാസ്തിയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ആസ് എ പേഴ്സൺ നോ, നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ കോമഡി ഫിലിംസ് ലൈക്ക് കാബുളിവാല ആൻഡ് അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ ചതിക്കാത്ത ചന്തു ചെയ്തു. ദാറ്റ് ഹാഡ് സം ഹിലേറിയസ് സീൻസ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ കോമഡി ഒരു കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ. കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ നോട്ട് ആസ് മച്ച് ആസ് സീരിയസ് റോൾ, ബിക്കോസ് ഐ എം മോർ കംഫർട്ടബിൾ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന്. ഇപ്പോൾ ചെയ്യുന്ന ചിത്രങ്ങൾ എന്താണ്? ഇപ്പോൾ ഞാൻ ചന്ദ്രമുഖി ഐ ഡിഡ് വിത്ത് രജനികാന്ത്. വെരി ഇൻട്രസ്റ്റിംഗ് റോൾ. മലയാളത്തിൽ ഞാൻ ഹരിഹരൻ സാറിന് പടം ചെയ്തു, മയൂഖ് എന്ന് പറഞ്ഞിട്ട്. ഐ ഡിഡ് എ ഗസ്റ്റ് റോൾ ഉണ്ട്. ഈ ചന്ദ്രമുഖിയിൽ വിനീത് ചെയ്ത ക്യാരക്ടർ മണിച്ചിത്രത്താഴിൽ ശ്രീധർ ചെയ്ത ക്യാരക്ടർ അല്ലേ? ആ സെയിം ഡാൻസർ. But the base is the same thing. Like it's about a dancer and a professor, and he plays an important role. But there are a lot of changes. സ്റ്റോറി ലൈൻ നോക്കുമ്പോൾ സെയിം സ്റ്റോറി ലൈൻ മാതിരിയല്ലേ? മണിച്ചിത്രത്താഴിന്റെ അതേ സ്റ്റോറി ലൈൻ മാതിരിയല്ലേ? അതെ, the basic storyline is the same, but treatment, and because it's a Rajni Sir's film, it's different and it's more grand and all that. ഓക്കെ, പരിണയം എന്ന പടത്തിൽ അഭിനയിച്ചത്, അതിൻ്റെ എക്സ്പീരിയൻസ്? പരിണയം ആ പടത്തിൽ ഞാനൊരു കഥകളി ഡാൻസറായിട്ടാണ് ചെയ്തത്. ആ ക്യാരക്ടർ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്യാരക്ടറാണ്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. സോ എവറി ക്യാരക്ടർ ഇസ് വെരി വെൽ ഡിഫൈൻഡ്. ആൻഡ് ആ പടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആസ് എ ഡാൻസർ എനിക്ക് ഒരു അവസരം കിട്ടി. എനിക്ക് ഈ പല പല കഥകളി വേഷങ്ങൾ, അതൊന്നും നമ്മളൊരു സാധാരണ ഒരു മനുഷ്യനും ഒരു ഡാൻസർക്കൊന്നും കിട്ടുന്ന ഒരു അവസരമല്ല അത്. പിന്നെ പല പല വേഷങ്ങൾ ഞാൻ പറഞ്ഞു, രൗദ്രഭീമൻ, അർജുനൻ, കൃഷ്ണൻ, ഇത്തരം വേഷങ്ങളൊക്കെ എനിക്ക് ആ പടത്തിൽ ചെയ്തുകൊണ്ട് അതിലൊരു സോങ്ങിൽ വരുന്നുണ്ട് ഡിഫറെൻറ്റ് ഗെറ്റപ്പ്.
ആ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഈ ഡാൻസർ വരുന്നതായിട്ടുണ്ട്. സോ ആ വേഷങ്ങളൊക്കെ എനിക്ക് ഇടാൻ കഴിഞ്ഞതൊക്കെ ഒരു വളരെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ജനറലായിട്ട് ഒരു ചെറിയ ഇത് ക്രിറ്റിസിസം ഉണ്ടല്ലോ, ഡാൻസേഴ്സ് ആവുമ്പോൾ, മെയിൽ ഡാൻസേഴ്സ് ആവുമ്പോൾ അവരുടെ ജെസ്റ്റേഴ്സ് ഒക്കെ ചെറിയ ഒരു ഫെമിനിറ്റി ഉണ്ടാവും എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിനീതിൻ്റെ അടുത്ത്? ഇങ്ങനെ വേണ്ട, എലിമെന്റ് ഓഫ് ഗ്രേസ് ഗ്രേസ് എല്ലാത്തിലും ഒരു, ബിക്കോസ് ആ നമ്മൾ അത്തരം ട്രെയിനിങ് ആണ്. ഐ മീൻ ആ സ്റ്റെപ്സ് അങ്ങനെയാണ്. ലൈക്ക് സോ അങ്ങനെ ഒരു ട്രെയിനിങ് ഓട്ടോമാറ്റിക്കലി ദാറ്റ് കംസ് നമ്മുടെ സാധാരണ ബിഹേവിയറിൽ വരും. പക്ഷേ ഫെമിനിൻ ആയിക്കൊള്ളുന്നില്ല. ബിക്കോസ് നമ്മളിപ്പം ഏറ്റവും എക്സ്പെർട്ടൻസ് ഇൻ ഡാൻസ് എടുത്തു കഴിഞ്ഞാൽ മെയിൽ ഡാൻസേഴ്സ് ആണ്. ലൈക്ക് ധനഞ്ജയൻസ് ഓർ ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം, ഗുരു വെമ്പട്ടി ചിന്നസത്യം, പിന്നെ കേളുചരൺ മഹോപാധ്യായ്, ഒഡിസി, എല്ലാം മെയിൽ ഡാൻസേഴ്സ് ആണ്. പക്ഷെ അവർ ദർ ഓൾ വെരി നോർമൽ. അവർക്ക് ബിക്കോസ് ഇറ്റ്സ് കുറേയൊക്കെ നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരു നല്ല ഗുരുവിൻ്റെ അടുത്ത് ട്രെയിൻഡ് ആണെങ്കിൽ ചിട്ടയോടുകൂടി പഠിച്ചാൽ അത്തരം ഇത് വരില്ല. പക്ഷെ ഗ്രേസ് ഉണ്ടാവും, ബോഡിയിൽ ഒരു എലിമെന്റ് ഓഫ് ഗ്രേസ് ഉണ്ടാവും. പക്ഷെ ആസ് എൻ ആക്ടർ, ഒരു മെയിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്, എസ്പെഷ്യലി ഡാൻസസ് ചെയ്യുമ്പോൾ അത് ക്രീപ്പ് ഇൻ ചെയ്യാതിരിക്കാൻ, യുവർ ലുക്സ് ആൻഡ് ഓൾ ദാറ്റ്. എനിക്ക് ഇനിഷ്യലി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫിലിം ഡാൻസ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. ഐ മീൻ ചില സമയത്ത് അറിയാതെ ചില ടൈമിൽ ചില ലുക്സ് ആൻഡ് ഓൾ, ലൈക്ക് ബിക്കോസ് ഡാൻസ് ട്രെയിനിങ് പ്രകാരം എവിടെ കൈ പോകുന്നു, യുവർ ഹാൻഡ് ഹാസ് ടു ഗോ ദേർ. ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും ചില സമയത്ത്. സോ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ആസ് എ മെയിൽ ആർട്ടിസ്റ്റ്. അതർവൈസ് ഐ ഡോണ്ട് ഹാവ് മച്ച്. ഇനിഷ്യലി കുറച്ച് ഇല്ല, അങ്ങനെ ആദ്യത്തെ കുറച്ച് പടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ മേഡ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു കൺട്രോൾ ദാറ്റ്. അങ്ങനെ അത്തരം ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് ഇതൊന്നും വരാതെ നോക്കാൻ ശ്രമിച്ചു. പിന്നെ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഇപ്പോൾ ഏത് ഡാൻസിനും ഒരു ഇത് വന്നതിന് ശേഷം കരിയറിൽ അവർക്ക് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഇതായിരിക്കും. അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലേ വിനീതന്? സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യലൊക്കെ പറഞ്ഞാൽ അത് ഇറ്റ്സ് എ സീരിയസ് തിങ്. ലൈക്ക് ഒരു മാസ്റ്റർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ സ്കൂളിൽ തുടങ്ങും. പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അതിനു വേണ്ടി യു ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് യു ഹാവ് ടു ഡെഡിക്കേറ്റ് ഫുള്ളി. വെറുതെ ഒരാളെ വെച്ച് പഠിപ്പിച്ചിട്ട് ഞാൻ സ്കൂൾ തുടങ്ങുമെന്ന് പറയുന്ന കാര്യമില്ല. നമ്മുടെ പാഷനറ്റ് ആയിട്ട് യു ഹാവ് ടു ബി ദെയർ. അപ്പോഴാണ് ആ സ്റ്റുഡന്റിന് മനസ്ഥിതി അല്ല. ബിക്കോസ് ഐ എം എ പ്രൊഫഷണൽ ആക്ടർ. സോ ഇഫ് ഐ ഹാവ് ടു സ്റ്റാർട്ട് എ സ്കൂൾ, ഐ ഹാവ് ടു ബി fully prepared for that and I should have time to dedicate for that. അങ്ങനെയുള്ള സമയത്ത് തുടങ്ങാൻ പാടുള്ളൂ. മാത്രമല്ല അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും അല്ല. അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം യു ആൻഡ് ദ റിലേഷൻഷിപ്പ് ഇസ് എ വെരി ഡിവൈൻ റിലേഷൻഷിപ്പ്, ഗുരു ശിഷ്യ ബന്ധം ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞ ശേഷം വിനീതിൻ്റെ കരിയർ തിരിഞ്ഞു നോക്കുമ്പോൾ വിനീത് ഉദ്ദേശിച്ച മാതിരിയാണോ ഈ കരിയർ എത്തിച്ചേർന്നിരിക്കുന്നത്? ഞാൻ തുടങ്ങിയത് വളരെ ചെറിയ പ്രായത്തിലാണ്. ഇൻ ദ സെൻസ് വെൻ ഐ വാസ് ഇൻ 10th. സോ ഒരു പ്രൊഫഷൻ ആയിട്ടൊന്നും അല്ല ആ സമയത്ത്. ഐ ഗോട്ട് എ ചാൻസ് ആൻഡ് ബേസിക്കലി ഒരു ഡാൻസർ എന്ന നിലയിൽ ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നു ടുവേർഡ്സ് ദിസ് ഫീൽഡ് ആൻഡ് ആക്ടിങ് ആൻഡ് സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന നേരം ആൻഡ് വർക്കിംഗ് വിത്ത് ലോട്ട് ഓഫ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് അതൊക്കെ ഇറ്റ് ആഡ്സ് ടു ഇറ്റ്. യു ലേൺ മോർ തിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് അങ്ങനെ ഉണ്ട്. ഐ മീൻ ഐ വാസ് ജസ്റ്റ് എ സ്റ്റുഡൻറ് ദാറ്റ് ടൈം ആൻഡ് അപ്പോഴൊക്കെ പഠിപ്പായിരുന്നു. സ്റ്റഡീസ് വാസ് ഗിവൻ മോർ പ്രയോറിറ്റി. എന്തായിരുന്നു ആദ്യം കരിയർ എന്തായിട്ട് വരണം? ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ്, ഐ മീൻ അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു. സോ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഐ വാണ്ടഡ് ടു ബി എ പ്രൊഫഷൻ. ഐ വാണ്ടഡ് ടു ടേക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ. പക്ഷേ യു ഷുഡ് ഗെറ്റ് റോൾസ് ആൻഡ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഐ ഗോട്ട് ഗുഡ് റോൾസ്, ഐ ഗോട്ട് എ ബ്രേക്ക്. സോ ദെൻ ഐ ടുക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ. അതിനുശേഷമാണ് ലൈക്ക് ഇറ്റ് വാസ് സീരിയസ് ആയിട്ട് എടുത്തത്, അഭിനയത്തെ തന്നെ സീരിയസ് ആയിട്ട് എടുത്തത്. ഇത് ഇത്രയും ഒരു പ്രോബബ്ലി ഒരു 15 years അതിനുശേഷം ആഫ്റ്റർ യു ഹാവ് ടേക്കൻ ഇറ്റ് ആസ് എ പ്രൊഫഷൻ, ഒരു 15 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആർ യു ഹാപ്പി വിത്ത് യുവർ കരിയർ? ഐ എം വെരി ഹാപ്പി ആൻഡ് വളരെ ഒരു ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. ബിക്കോസ് ദിസ് ഇസ് എ വെരി ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീൽഡ് ഫോർ ആർട്ടിസ്റ്റ്. കോമ്പറ്റീഷനും അധികമാണ്. Competition is there in every field, but when you talk about artists, I mean, we are all such peace-loving people, and the rapport you share
as a teamwork is amazing in this field, I feel. Because you have different kinds of people. പല ഭാഷക്കാരുണ്ടാവും, പല പല ജാതി ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു പടത്തിന് വരുമ്പം everybody is one. It's a team, and that feeling of working together is അതൊരു വല്ലാത്തൊരു പ്ലഷറും സാറ്റിസ്ഫാക്ഷനും തരും ആസ് എൻ ആർട്ടിസ്റ്റ്. പ്രോസസ്സ് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് മനസ്സിലായി. പക്ഷെ only thing is കരിയർ വൈസ് ഓൾസോ ഒരുപാട് നല്ല പടങ്ങൾ ചെയ്യാൻ കിട്ടുക, നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ കിട്ടുക, പോപ്പുലാരിറ്റി ഓഫ് കോഴ്സ് അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് യു വർക്ക് ഓൺ ഇറ്റ്. എത്രത്തോളം നമുക്ക് വരുന്ന റോളുകൾ എങ്ങനെ ചെയ്യുന്നു, ആൾക്കാർ ഇഷ്ടപ്പെടണം. സി ടു എൻ എക്സ്റ്റെൻറ്റ് പടം നന്നായാലും ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ successful film, it might affect your career to an extent. It will affect because it's a business. പക്ഷെ എന്നാലും the creative side വളരെ satisfied ആണ് because you're working with a lot of technicians and great artists and the kind of roles you get. അങ്ങനെ I've been very blessed in that way and I'm happy for that. ഓക്കെ, വളരെ നന്നായി ചെയ്തു. ഈ ക്യാരക്ടർ കിട്ടിയത്, ഈ ക്യാരക്ടർ അഭിനയിച്ചത് എനിക്ക് വളരെ നന്നായിട്ട് ഐ ഫീൽ വെരി സാറ്റിസ്ഫൈഡ് എന്ന് തോന്നിയ ക്യാരക്ടേഴ്സ് എന്താണ്? അല്ല, നല്ല ക്യാരക്ടേഴ്സ് ഏതൊരു ആർട്ടിസ്റ്റിനും ഇറ്റ് വിൽ ബി ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ നല്ല, എനിക്ക് ഒരുപാട് ചെയ്യാനിരിക്കുന്നു. അത്ര ട്രെമൻഡസ് പെർഫോമൻസും അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഐ മീൻ ഐ ഹാവൻ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ബട്ട് ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ് whatever I got and I'm still നല്ല ഡയറക്ടേഴ്സിന്റെ because വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് പലതും പഠിക്കാൻ കഴിഞ്ഞു. ബിക്കോസ് ഒരു ട്രെയിൻഡ് ആക്ടറോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നല്ല ഞാൻ വന്നത്. ഐ വാസ് ട്രെയിൻഡ് ഇൻ ക്ലാസിക്കൽ ഡാൻസ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അഭിനയം എന്ന് പറഞ്ഞത് ഐ മീൻ ഇഫ് യു ആർ കമ്മിങ് ഫ്രം ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് തിയേറ്റർ പെർഫോമൻസ് ഒക്കെ ചെയ്ത ഒരാളാണെങ്കിൽ അതങ്ങോട്ട് തെളിയും. ഐ മീൻ യുവർ വോയിസ് മോഡുലേഷൻ ആൻഡ് ടൈമിങ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഐ ഗോട്ട് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. ഇങ്ങനെ പല പ്രമുഖരായ സംവിധായകരുടെ കൂടെയും പ്രമുഖരായ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ പഠിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ക്യാരക്ടേഴ്സ് ഇത് ഇങ്ങനെയല്ല, എന്തെങ്കിലും ഇനിയൊരു അവസരം കിട്ടിയാൽ ഇനിയും കൂടി കുറച്ച് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. when you see the film, I mean any artist, എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെ അയ്യോ ഇതിങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു തോന്നും. ഒരു സൈക്കോ ക്യാരക്ടർ ചെയ്തില്ലേ വിനീത്, ഇംപ്രൂവിംഗ് ലൈക്ക് ഫാസിൽക്കയുടെ ഡയറക്ഷനിൽ പടത്തിലും അതെ മാനത്തെ വെള്ളിത്തേരിൽ ഒരു സൈക്കോ ക്യാരക്ടർ ചെയ്തില്ലേ. അത് ഇതുവരെ വിനീതിനെ കാണാത്ത ഒരു ഷെയ്ഡായിരുന്നു. വിനീതിന്റെ ഒരു ഗുഡി ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിട്ടുള്ള വിനീത്, സോഫ്റ്റ് റോൾസ് മോസ്റ്റ്ലി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ വാസ് ക്വൈറ്റ് എ ചേഞ്ച് ആൻഡ് അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിയോ? ഒന്നുമില്ല. ലൈക്ക് ഐ മീൻ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഇത്തരം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അവരുടെ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്, ഫാസിൽ സാർ അങ്ങനത്തെ ഡയറക്ടേഴ്സിനെ യു ബ്ലൈൻഡ്ലി ഫോളോ ദം. അവരെന്ത് പറയുന്നു അതേ. ഒരു ഡാൻസ് ബേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് വിനീതിന് എപ്പോഴും കിട്ടണത് എന്ന് തോന്നിയിട്ടില്ല? ഇല്ലല്ലോ, എനിക്ക് വളരെ കുറവേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഡാൻസ് ബേസ്ഡ് ആയിട്ട്. ഐ ഹാവ് ഡൺ ടു മെനി ഫിലിംസ് അറ്റ് ഓൾ. ചില പടങ്ങളിൽ ഡാൻസ് സീക്വൻസസ് വന്നിട്ടുണ്ട്, ചില സോങ്സിലൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഡാൻസ് ഫിലിം ഐ ഹാവൻ ഡൺ. ഇപ്പം ഒരു കമലദളത്തിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തു, അങ്ങനെ ചെയ്തിട്ടുണ്ട്. മറ്റു ഭാഷകളിൽ ഒട്ടും ചെയ്തിട്ടില്ല. അതല്ല, മറ്റു ഭാഷകളിൽ കിട്ടിയ ക്യാരക്ടേഴ്സ് മറ്റു ഭാഷകളിലൊക്കെ ഇപ്പം തെലുഗുവിൽ ഐ ഹാവ് ഡൺ ലോട്ട് ഓഫ് ഫാസ്റ്റ് റോൾസ് ലൈക്ക് ഐ മീൻ സ്മാർട്ട് ആൻഡ് ആക്റ്റീവ് കൈൻഡ് ഓഫ് റോൾസ്, ലൈക്ക് നോട്ടി ആൻഡ് അതൊന്നും മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ പടങ്ങളും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്താ കിട്ടാത്തത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സി നമുക്ക് വരുന്ന വർക്കിൽ നിന്ന് യു ടേക്ക് ദ ബെസ്റ്റ് ഉണ്ട്. സോ അതെന്താ കിട്ടാത്തതെന്നൊക്കെ ആലോചിച്ച് ഇറ്റ്സ് ഓൾ ലൈക്ക് മസ്റ്റ് ബി ലൈക്ക് you're getting what you deserve and they feel that ഇത് മതി, അങ്ങനെ ആയിരിക്കണം എനിക്ക് അങ്ങനത്തെ റോൾസ് കിട്ടുന്നത്. പക്ഷെ ഐ എം കോൺഫിഡൻറ്റ് ഇൻ ഡൂയിങ് അത്തരം. എങ്ങനെ തെലുഗു പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഭാഷ ആദ്യം വളരെ പ്രയാസമായിരുന്നു. ബിക്കോസ് എനിക്ക് തെലുങ്ക് ഒട്ടും വശമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ് തെലുഗു. സോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുമ്പ് തന്നെ എനിക്ക് തെലുഗു സോങ്സ് വെരി കളർഫുൾ ആൻഡ് ഐ യൂസ് ടു എൻജോയ് ദ ഡാൻസസ്. ആ സമയത്ത് മലയാളത്തിൽ അത്ര പാട്ടുകളില്ലായിരുന്നു, ഒരു ഏർലി 80s ആൻഡ് ഓൾ ദാറ്റ്. സോ ചിരഞ്ജീവി സാറിൻ്റെ പാട്ടുകൾ അങ്ങനത്തെ സോങ്സ് ഒക്കെ വി യൂസ് ടു ഗെറ്റ് കാസറ്റ്സ് ആൻഡ് വാച്ച്. ആ സമയത്ത് മലയാളത്തിന് അങ്ങനെ ഒരു എക്സ്പോഷർ ഐ മീൻ ഇപ്പോഴുണ്ട്, അങ്ങനത്തെ കളർഫുൾ സോങ്സ് ഒക്കെ കമ്മിങ് ഇൻ മലയാളം. സോ അന്ന് മുതൽ എനിക്കൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ വെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ ഫിലിം ഐ മീൻ തെലുഗു ഫിലിം, ഞാൻ ആദ്യത്തെ 2 പടത്തിൽ കുറച്ച് പ്രയാസമായിരുന്നു. ഭാഷ എഴുതി പഠിക്കണം. 2 പടം കഴിഞ്ഞപ്പോഴത്തേക്ക് then I started talking in Telugu. അപ്പോൾ അവിടെ പോയപ്പോൾ നിങ്ങളുടെ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ
എപ്പോഴും വിനീത് ചെയ്യണ മാതിരി ഡാൻസ് അല്ലല്ലോ തെലുഗു പടത്തിൽ ചെയ്യേണ്ടി വന്നത്. അതെങ്ങനെ ഇല്ല, അത് ഞാൻ തമിഴ് പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പടങ്ങൾ ചെയ്യുന്തോറും യു വർക്ക് വിത്ത് ഡിഫറെന്റ് കൊറിയോഗ്രാഫേഴ്സ്, അവരുടെ സ്റ്റൈല് പഠിക്കും, പിന്നെ അവരുടെ ഗൈഡൻസിൽ യു ട്രൈ ടു ഇംപ്രൂവ്. ബീങ് എ ക്ലാസിക്കൽ ഡാൻസ് എനിക്ക് എപ്പോഴും ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ബേസ് ഉള്ളത് കൊണ്ട് അല്ല, ബേസ് ഉള്ളത് കൊണ്ട് ടൈമിംഗ് ഓക്കെ, പക്ഷെ അല്ലാതെ സ്റ്റൈൽ, സിനിമ ഡാൻസ് ഇസ് ഡിഫറെന്റ്, അതിന്റെ സ്റ്റൈൽ ഇസ് ടോട്ടലി ഡിഫറെന്റ്. So as a dancer and as a male dancer, I should be very careful that ഇതിന്റെ ഇൻഫ്ലുവൻസ് വരരുത്. So that might not look good for film dance. Yeah. So adina I had to constantly work with the help of the choreographers. അപ്പോൾ അങ്ങനെ rehearsals ചെയ്യും, lot of rehearsals, and so അങ്ങനെ ചെയ്ത് still improving the technique of dancing like. കുറേ ഹീറോയിൻസിന്റെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞു അല്ലേ വിനീത്? ഐ തിങ്ക് ഓൾ ദി ടോപ്പ് ഹീറോയിൻസിന്റെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞു അല്ലേ? എല്ലാവരുടെ കൂടെ കുറച്ച് പേരുടെ കൂടെ എല്ലാ ഗുഡ് ആർട്ടിസ്റ്റിന്റെ കൂടെയും അഭിനയിച്ച, തബുവിന്റെ കൂടെയും തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നോക്കുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റിന്റെ കൂടെ. അപ്പൊ ആദ്യമായിട്ട് മോനിഷയുടെ കൂടെ മോനിഷയായിരുന്നു. ഐ മീൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഹീറോ ആയിട്ട് ഞാൻ ചെയ്തപ്പോൾ മോനിഷയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചെറിയ ചെറിയ കുട്ടികളെ മാതിരിയായിരുന്നു ആ പടത്തിൽ കാണുന്നത്. 10th പഠിക്കായിരുന്നു. ഷീ വാസ് ഇൻ 8th or something. അത് അവൾക്ക് ഒരു ആദ്യത്തെ പടമായിരുന്നു, അവരുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു. ആൻഡ് ഷീ ഗോട്ട് എ നാഷണൽ അവാർഡ് ഫോർ ദാറ്റ് ഫിലിം. മോനിഷ എന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ ഒരു ചെറിയൊരു സാഡ്നെസ് ഉണ്ട്. ബിക്കോസ് ഷീ ഈസ് നോട്ട് such a great artist and a very good dancer. She was an asset ആ സമയത്ത്, you know, like very talented girl. And അവരിങ്ങനെ നല്ല നല്ല പടങ്ങളൊക്കെ ചെയ്ത് വരുന്ന ടൈമിലായിരുന്നു this tragedy happened. എത്ര പടങ്ങൾ ചെയ്തു നിങ്ങൾ രണ്ടുപേരും? ഞങ്ങളുടെ ഒരു 5 പടം ചെയ്തിട്ടുണ്ട് ഒരുമിച്ചിട്ട്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. Very good friends, family friends, and she was a very, very affectionate person. Everybody used to be friendly with her. Monisha was always bubbly, eppozhum chirichu tamashayum, because she's coming from that kind of a background, and it's very sad that that kind of end came to her, and it's a great loss for the industry also, I would say. Must have really missed her, alle. Very sad. And coming back to you is like, വേറെ ഏത് ഹീറോയിന്റെ കൂടെയാണ് ഒരു നല്ല ഒരു റാപ്പോ വിനീതിനുണ്ടായിരുന്നത്? Rapport and all, the main thing is your character and the kind of character your co-artist is doing. So there is no rapport, like, I mean, everybody are friends and all that, not only the heroine, your co-artist. വേറെ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്ടറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ more relaxed and more relaxed with everybody. That is you, my actually. work. No, I mean generally it's like that, because you should you are concentrate adaptable on your to work. everything. Nammada work, I mean I take up only those kind of films where I am comfortable and they'll be comfortable. അതൊക്കെ നോക്കൂ. ആദ്യം പടം അഭിനയിക്കണം ഒരു ചാൻസ് വരുമ്പോൾ അവർ വന്ന് ക്യാരക്ടർ എങ്ങനെയാണ്, ഐ മീൻ അവരുടെ കാലിബർ എന്താണ്, because ഞാൻ basically I'm a director's artist. So I should have a good director who can really take out work from me, and because to an extent എനിക്ക് improvise ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ if I have a strong director with me I can give better performance. അത് മനസ്സിലാക്കിയല്ലോ വിനീത്? Definitely, yeah. I mean a lot of actors are like that, directors, artists. പക്ഷെ അത് മനസ്സിലാക്കണ്ടേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്? അല്ല, അത് ബേസിക്കലി നമുക്കൊരു നെറേഷൻ കേൾക്കുമ്പം ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുമ്പം you have your own visuals. ഒരാൾ വന്ന് സ്റ്റോറി നെറേറ്റ് ചെയ്യുമ്പം, സോ ഹൗ കോൺഫിഡൻറ്റ് ആയി എന്നുള്ളത് നമുക്ക് തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അതിൽ കുറച്ച് അതിനുശേഷം ഒരു നല്ല റാപ്പോ ഉണ്ടാകാൻ we have to work on it. It's see your sincerity and your dedication towards the work. നമ്മൾ ചെയ്യുന്ന ആ റോളിനോട് മാക്സിമം automatically the rapport will come. So and you should have a rapport. And the rapport illa ennu parayunnathu, it's not correct. You have to have a rapport because it's your duty. So and when you enjoy your work, automatically the rapport comes. It's possible. Okay, ഒരു ഇംഗ്ലീഷ് പടം ചെയ്തിട്ടുണ്ടല്ലേ? Yeah, Shyam Prasadന്റെ Bhokshu the Myth എന്നൊരു പടം. Okay, അതിന്റെ So it had a lot of American artists. Crew അവിടുന്നായിരുന്നു, Hollywood നിന്നായിരുന്നു. Lot of Indian actors. Working style എങ്ങനെ ഉണ്ടായിരുന്നു? Working style was very different. എത്ര മണിക്ക് ഹോട്ടലിൽ നിന്ന് വിടണം, എത്ര മണിക്ക് വാർഡ്രോബ്, എത്ര മണിക്ക് മേക്കപ്പ്, സ്റ്റാൻഡ് ബൈ ആൻഡ് ഓൾ ദാറ്റ്. ബിക്കോസ് നമ്മളിങ്ങനെ യൂഷ്വലി ഒരു സെറ്റിൽ ഓൾ ദ ആർട്ടിസ്റ്റ് എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ. നിങ്ങളുടെ സീൻ വരുമ്പോൾ ഇത് അതങ്ങനെയല്ല, യു ഹാവ് ടു ബി ഇൻ ദ വാൻ. ഉള്ളി ആ ടൈം ആകുമ്പോഴേ സെറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് സിങ്ക് സൗണ്ട് ഒക്കെ ആയതുകൊണ്ട്
അവർക്ക് ഡിസ്റ്റർബൻസ് പാടില്ല, ഒന്നും ആൾക്കാർ പാടില്ല. സംസാരിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ ഷോട്ടിൻ്റെ ടൈം ആകുമ്പോൾ they'll come and call you. ആ സമയത്ത് യു അതുവരെ യു സിറ്റ് ഇൻ ദ വാൻ ഓർ അവേ ഫ്രം ദ സെറ്റ്. സോ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഓക്കെ, ഐ മീൻ ആക്ടറായിട്ട് യു ആർ വെരി ഹാപ്പി എന്ന് പറഞ്ഞു. ആസ് എ ഡാൻസർ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആസ് എ ഡാൻസർ ഓൾസോ ലൈക്ക് ബിക്കോസ് ഞാൻ വളരെ ചെറുപ്പത്തിൽ തുടങ്ങി എൻ്റെ ട്രെയിനിങ് ഇൻ ഭരതനാട്യം. എങ്ങനെയാണ് ഡാൻസിന് മേളിൽ ഇൻട്രസ്റ്റ് വന്നത്? ഞാൻ വളരെ ചെറുപ്പത്തിൽ 4-5 വയസ്സാകുമ്പോൾ ട്രെയിനിങ് തുടങ്ങി. ഇറ്റ്സ് ത്രൂ മൈ ആൻറ്റ് ആക്ച്വലി, പത്മിനി ആൻറ്റി. അവർ അച്ഛനും അമ്മയോട് പറഞ്ഞിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. സോ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഐ ഹവ് ബീൻ ലേണിംഗ് ഡാൻസ് ആൻഡ് ഇറ്റ്സ് ബീൻ എ പാർട്ട് ഓഫ് മൈ ലൈഫ് ഓൾ ദി ടൈം. ഒരു ഇൻട്രസ്റ്റോട് കൂടിയാണ് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ യു കാൻ ലേൺ ആൻഡ് യു കാൻ ഇംപ്രൂവ് യുവർ സ്റ്റൈൽ ഓർ ടെക്നിക് ഓൾസോ. സോ അതങ്ങനെ ഇറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് കുറച്ച് പെർഫോമൻസസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ചെറുപ്പത്തിൽ. Then when I became an actor, it was part of me. So I used to get the opportunity to perform, and whenever I get time, I go and learn also. ഡാൻസറായിട്ടും ആക്ടറായിട്ടും വിനീതിൻ്റെ ആംബിഷൻസ് എന്താണ്? Ambition is very simple. Do good films always, and pray for good work, and put in your full effort in whatever you do. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് റിസൾട്ട്സ് വിൽ കം എന്നാണ് എൻ്റെ വിശ്വാസം. സോ അതുകൊണ്ട് എത്രത്തോളം നല്ല പടങ്ങൾ ചെയ്യാൻ കഴിയുമോ, നല്ല റോൾസ് ചെയ്യാൻ കഴിയുമോ, ഇംപ്രൂവ് യുവർ പെർഫോമൻസ്. ബിക്കോസ് ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്. യു കൻ കീപ്പ് ഓൺ ലേണിംഗ് ആൻഡ് ഇംപ്രൂവിങ്. ആസ് എൻ ആർട്ടിസ്റ്റ് യു ഗെറ്റ് ഡിഫറെൻറ്റ് റോൾസ്. ആസ് എ ഡാൻസർ എന്താണ്? ആസ് എ ഡാൻസർ ഓൾസോ കീപ് ലേണിംഗ് മോർ ഐറ്റംസ്, എക്സ്പ്ലോർ മോർ സ്റ്റൈൽസ്. എക്സ്പെരിമെന്റേഷൻ ഉണ്ടോ? എക്സ്പെരിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഹവ് ഡൺ എ കപ്പിൾ ഓഫ് ഫ്യൂഷൻ മ്യൂസിക്കിന് ക്ലാസിക്കൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ചിട്ട വിട്ടിട്ട് ചെയ്യില്ല. എക്സ്പെരിമെന്റേഷൻ അല്ല, അങ്ങനെ ചെയ്യരുത്. യു ഷുഡ് സ്റ്റിക്ക് ടു ദ ട്രഡീഷൻ ആൻഡ് നോംസ്. അതിൽ വെച്ചിട്ട് യു ഹാവ് എ സെറ്റ് ഫ്രെയിം, അതിൽ വെച്ചിട്ട് യു കൻ എക്സ്പെരിമെന്റ് ആൻഡ് വിച്ച് ഇസ് എസ്തെറ്റിക്. സോ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ അവർ കുറേ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു റിസർച്ചിലേക്ക് പോകാനും ഒരു ഡാൻസറായിട്ട് ഒരു 2 ബോട്ടിൽ കാല് വെച്ച് പോകാനുള്ള ഒരു എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതാണെങ്കിലും ആ ഫുൾ ഫോക്കസ് ഒരു കരിയറിലായിട്ടുണ്ടാവും. അത് പ്രോബബ്ലി ഐ കുഡ് ഹാവ് ബീൻ മോർ ദാൻ വാട്ട് ഐ ആം നൗ. I'm a professional actor, but dancing is always a part of me. So it is not രണ്ട് ബോട്ടിൽ കാല് വെക്കൽ. It's all the same. ഒരേ you know, you're an artist, whether you're dancing or acting. Performing. Yeah, it's the same. So stage you enjoy it. Yeah. അത് enjoy ചെയ്തിട്ട് you do your full you put in your full dedication to it. That's it. കഴിഞ്ഞ കൊല്ലമല്ലേ വിനീതിന്റെ കല്യാണം? Yes, August. അവര് she is working in? Yeah, she was basically from Bahrain. Work ഉണ്ടോ? She's doing a training now. ഈ പ്രൊഫഷനെ എങ്ങനെയാണ് അവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്? അവരും ബേസിക്കലി ഷീസ് ഫ്രം ഒരു ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ സെൻസ് her mother is a teacher there and she's learned dance, her mother teaches dance, so they are art loving people and she encourages. Yeah. എപ്പോഴാണ് പ്ലാനിങ് ഫോർ എ ഫാമിലി? It will come its way when it has to. Okay. Thanks a lot for coming for. Thank you very much and I want to എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ പ്രേക്ഷകർക്കും ഇങ്ങനെ ഒരു അവസരത്തിലൂടെ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. താങ്ക്സ് ടു രോഹിണി ഓൾസോ.